സൈക്കിൾ യാത്രക്കാരനായ വയോധികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CCTV ദൃശ്യങ്ങൾ പുറത്തായതാണ് നിർണായകമായത്. കൊല്ലം ആശ്രമം മൈതാനത്തിന് സമീപം മെയ് 26 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നീല വാഗ്നർ കാർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിടുന്നതും തുടർന്ന് വയോധികന്റെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം കാർ അമിത വേഗത്തിൽ പോകുന്നതുമാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. കൊല്ലം ആശ്രമം മൈതാനത്ത് മെയ് 26 നടന്ന വാഹനാപകടമാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന റിട്ടയർഡ് BSNL എഞ്ചിനീയർ പാപ്പച്ചനെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരും കൂട്ടാളികളും ചേർന്ന് കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയ കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ മാനേജരെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരും തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയുമായ സരിത, സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് മരുതടി വാസുപിള്ള ജംഗ്ഷനിലെ അനൂപ്, പോളയത്തോട് സ്വദേശി അനിമോൻ, കടപ്പാക്കട സ്വദേശി മാഹീൻ, പോളയത്തോട് ഹാഷിഫ് അലി എന്നിവരാണ് അറസ്റ്റിലായത്. 2 ലക്ഷം രൂപയ്ക്കാണ് സരിത കൊട്ടേഷൻ നൽകിയത്. എന്നാൽ കൊലയ്ക്ക് ശേഷം കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അനിമോൻ, മാഹിൻ, ഹാഷിഫ് എന്നിവർ കൂടുതൽ തുക സരിതയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മൂവർക്കുമായി ഏകദേശം 19 ലക്ഷം കൈമാറിയെന്നാണ് വിവരം. ഹാഷിഫ് തന്നെ 3 ലക്ഷം കൈപ്പറ്റി. അങ്ങനെ 2 ലക്ഷത്തിന്റെ കൊട്ടേഷൻ 19 ലക്ഷത്തിലെത്തി. കേസിന്റെ ചുരുൾ അഴിഞ്ഞില്ലെങ്കിൽ സരിതയെ ഭീഷണിപ്പെടുത്തി കൂടുതൽ തുക മൂവരും കൈപ്പറ്റാൻ സാധ്യതയുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘം പറഞ്ഞു. പാപ്പച്ചൻ സൈക്കിളിൽ വരുമ്പോഴാണ് വാഗ്നർ കാർ ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചത്. മെയ് 26 വൈകിട്ട് ആശ്രമം മൈതാനത്തിന് സമീപമായിരുന്നു സംഭവം. അപകടത്തിൽ പാപ്പച്ചൻ മരിച്ചു. തുടർന്ന് പാപ്പച്ചന്റെ സംസ്കാരം പന്തളത്ത് നടക്കുകയും ചെയ്തു. സാധാരണ അപകടമെന്ന നിലയിൽ പോലീസ് കേസന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അപകടത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കാറിടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ നിന്ന് സംഭവം കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. വാഹനത്തിരക്കില്ലാത്ത റോഡിൽ കാർ സൈക്കിൾ യാത്രക്കാരനെ മനഃപൂർവ്വം ഇടിച്ചിടുന്നതും തുടർന്ന് യാത്രക്കാരന്റെ ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റുന്നതുമാണ് CCTV ദൃശ്യങ്ങളിലുണ്ടായിരുന്നത്. ഇതിൽ സംശയം തോന്നിയതോടെ പോലീസ് സംഘം കാർ ഡ്രൈവർക്കായി തിരച്ചിൽ ആരംഭിച്ചു. വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ കാർ ഓടിച്ചിരുന്നത് അനിയാണെന്ന് വ്യക്തമായി. ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും സാധാരണ അപകടമെന്ന രീതിയിലായിരുന്നു മൊഴി. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സരിതയ്ക്കും അനൂപിനും ഉൾപ്പെടെ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത്. പാപ്പച്ചൻ കുടുംബ പ്രശ്നം കാരണം കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. തന്റെ 90 ലക്ഷത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ചത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് സരിതയും കൂട്ടാളികളും പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ലെന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത്. ആശ്രമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിൽ ആയിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു പാപ്പച്ചൻ. പാപ്പച്ചനെ കൊല്ലാനായി ക്രിമിനൽ സംഘത്തിൽപ്പെട്ട അനിമോനെയും ഓട്ടോ ഡ്രൈവറായ മാഹീനെയുമാണ് സരിതയും അനൂപും ബന്ധപ്പെട്ടത്. തുടർന്ന് 3 തവണ പാപ്പച്ചനെ ഓട്ടോ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനു ശേഷമാണ് പ്രതികൾ കാർ വാടകയ്ക്കെടുത്ത് കൃത്യം നടപ്പാക്കിയത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.